ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുമ്പായിരുന്നു മുസ്ലിം സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ ഭയമുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം, അവരെ ഭയപ്പെടുത്തിയിരുന്ന സംഗതി എന്താ? മരിച്ചാൽ പള്ളിയിൽ ഖബറടക്കണം, കല്യാണം, പിന്നെ പെര, വാസ്തുബലി, മാർക്ക കല്യാണം, കുട്ടികൾ ജനിച്ചാലുള്ള 40 തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളിൽ പള്ളികളെ ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് അതിനൊക്കെ ഏറെ മാറ്റം വന്നു. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, ചിന്തിച്ച് പ്രതികരിക്കാനും തുടങ്ങി. ഇതുവരെ ഇപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് 92 വയസ്സേ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരിൽ തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിൽ നിന്ന് ഉമ്മയുടെ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് ഉമ്മച്ചിയെ പുറത്താക്കി. അപ്പോൾ അങ്ങനെ യുക്തിവാദിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ യുക്തിവാദിയെ പുറത്താക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. യുക്തിവാദിയായ മകളുടെ കൂടെ നിൽക്കുന്ന ഉമ്മായിക്ക് വരെ പള്ളിയിൽ ഭ്രഷ്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മതവിശ്വാസികളുടെ അസഹിഷ്ണുതയ്ക്ക് ലിമിറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഉമ്മച്ചിയുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എത്ര ഫോർവേഡാണെന്ന് നോക്കിയോ. ഈ പഴയ ആൾക്കാരെയൊക്കെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും എടുത്ത് മയ്യത്തങ്ങ് ഖബറടക്കിക്കോളും. എവിടെയെങ്കിലും റോഡിൻ്റെ സൈഡിൽ ഒരു ശവം കടന്ന് ചീഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. അറിയപ്പെടാത്ത രൂപത്തിൽ ചീഞ്ഞ് കിടന്നാലേ ഉള്ളൂ. അല്ലാതെ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ശവം എടുത്തിടുന്നത് പോലെ മനുഷ്യനായിട്ട് എന്താണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് മരിച്ചവരെ മയ്യത്ത് സംസ്കരിക്കുക എന്നത്. അത് അവരങ്ങ് ചെയ്തോളും. അത് നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല എന്നു പറയാൻ അത്രയും ഓൾഡ് ഏജ് ആയിട്ടുള്ള ഉമ്മച്ചിക്ക് വരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മാറി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് സത്യം. അതെ, ഇന്ന് പള്ളിയിൽ അടക്കത്തില്ല, പള്ളിക്കാരങ്ങനെ പറയും, മഹലിൽ നിന്ന് പുറത്താക്കും, കുടുംബക്കാരുടെ പിന്തുണയുണ്ടാകത്തില്ല, മക്കൾക്ക് പഠിക്കാൻ പലയിടങ്ങളിൽ പോകണം, മക്കളുടെ കല്യാണം കഴിച്ചയച്ച മക്കളുടെ കുടുംബം, ഇതൊന്നും നോക്കി ഇന്ന് ഒരാളും അവനവൻ്റെ ജീവിതം നശിപ്പിക്കാനും കാപഠ്യം കാണിച്ച് ജീവിക്കാനും തയ്യാറല്ല. മനുഷ്യൻ ചിന്തിക്കാൻ ധൈര്യപ്പെട്ടു, അത് തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കുകയും ചെയ്തു. എസ്പെഷ്യലി മുസ്ലിം സ്ത്രീകൾ. എന്നോട് തന്നെ ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. അവരൊക്കെ പറയുന്നതും ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലിയാകട്ടെ, ഒരു ഫ്രീഡം ആകട്ടെ, ഫിനാൻഷ്യലി ഞങ്ങൾക്ക് വീട്ടുകാരിൽ നിന്നും ഫ്രീഡം നേടണം, ഞങ്ങൾ സ്വയം പര്യാപ്തരാകണം, എന്നിട്ട് വേണം ഈ മതം ഞങ്ങൾക്ക് വലിച്ചെറിയാൻ. നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, അവരുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഈ മതം 3 നേരവും തിന്ന് ജീവിക്കുന്ന എത്ര പേരുണ്ടാകും അവരുടെ കൂടെ എന്ന്. പ്രത്യേകിച്ച് ഈ മലബാർ മേഖലകളിലെ സ്ത്രീകൾ മതം വിടുന്നതിൽ മുൻപന്തിയിലാണ്. പുരുഷന്മാരെക്കാൾ ധൈര്യസമേതം ആദ്യം തട്ടമിട്ടിട്ട് വന്ന് തന്നെ നമ്മുടെ വേദികളിൽ ഇരിക്കാൻ അവർക്ക് ധൈര്യമുണ്ട്. ഇന്ന് വീട്ടുകാരോ പള്ളിക്കാരോ അതല്ലെങ്കിൽ മഹല്ലുകാരോ എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുമോ, പ്രശ്നമുണ്ടാക്കുമോ, ഞങ്ങളുടെ ഫോട്ടോ മീഡിയയിൽ വരുമോ, അതൊരു വിഷമമുണ്ടാക്കുമോ, അങ്ങനെയൊന്നും ഇന്ന് സ്ത്രീകൾക്ക് യാതൊരു ഭയവുമില്ല. അതുകൊണ്ടാണ് ഉസ്താദുമാർ തന്നെ ഭയപ്പെടുന്നത്. മലബാർ മേഖലകളിൽ മതം വിടുന്ന യുവാക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു എന്ന് കാസിമിമാരും റഹ്മത്തുള്ള കാസിമിമാരും പുലിയാർ കാസിമിമാരും ഒക്കെ വേവലാതിപ്പെടുന്നതിൻ്റെ അടിത്തറയും അതുതന്നെയാണ്. കാരണം സ്ത്രീകളാണ് ആദ്യം കൺവിൻസ്ഡ് ആകുന്നത്. അവർക്ക് ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളൊന്നും ലഭിക്കുന്നില്ല. പടച്ചോൻ തന്നെ പറഞ്ഞത് അവർക്ക് പീരീഡ്സ് ആകുന്നത് കൊണ്ട് അവർക്ക് അത്രയും സമയത്തുള്ള നോമ്പും നമസ്കാരവും ഒക്കെ കുറവായതുകൊണ്ട് അവർക്ക് സൂക്ഷ്മത കുറവായിരിക്കുമെന്ന, തഖ്വ കുറവായിരിക്കുമെന്ന, മതം കുറവായിരിക്കുമെന്ന, ദീന് കുറവായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്ത്രീകളുടെ തലച്ചോറിലേക്ക് മദ്രസകളിൽ നിന്നും ലഭിക്കുന്ന പെൺകുട്ടികളായിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വിജ്ഞാനമേ ഉള്ളൂ. പിന്നീട് അവര് മെച്യൂരിറ്റി അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ മദ്രസകളെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. കാരണം ഉസ്താദുമാർ ഉപ്പ് നോക്കുമല്ലോ, അല്ലെങ്കിലും നോക്കും കുട്ടികളാണെങ്കിലും. അപ്പോൾ അധികം ആളുകളും മെച്യൂർ ആയി കഴിഞ്ഞാൽ പിന്നീട് മദ്രസകളിലേക്കൊന്നും പോകാറില്ല. അപ്പോൾ ഈ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇക്കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നു. ട്രാവൽസാണ് അവരിട്ടിരിക്കുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ടീച്ചർ അഖില ഹാദിയയെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു. കണ്ടു. എന്തായിരുന്നു ടീച്ചറുടെ ഇൻറ്റൻഷൻ? ഞാൻ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. ആ പെൺകുട്ടി
വീട്ടുകാരാൽ പീഡനം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ അഖിലയുടെ അച്ഛൻ അശോകേട്ടനെ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്. എന്താണെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ മതത്തെക്കുറിച്ച് ആ പെൺകുട്ടിയോട് ഒന്നും സംസാരിച്ചിട്ടില്ല. സംസാരിക്കേണ്ടുന്ന കാര്യവും എനിക്കുണ്ടായിരുന്നില്ല. കാരണം യമനിലേക്ക് പോകാനും സിറിയയിലേക്ക് പോകാനും അവിടെ പോയാലാണ്, അങ്ങനെ ഒരു തീർത്ഥാടനം ചെയ്ത് പലായനം ചെയ്താലാണ് ശരിയായ മതവിശ്വാസി താനായിത്തീരുക എന്ന് വിശ്വസിച്ച് ഇരുമ്പ് നിക്കറിടാൻ, ഇരുമ്പ് ബെറ്റിക്കോട്ട് സ്ത്രീകൾക്ക് കുറച്ച് മോൾ ഭാഗം കൂടി മറയ്ക്കാനുണ്ടല്ലോ, അപ്പം ഇരുമ്പിൻ്റെ ബെറ്റിക്കോട്ടും തയ്ച്ച് ഇട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ അവരുടെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന തരത്തിലൊക്കെ അങ്ങനെ ഒരു കാഷ്വൽ ടോക്കായിട്ട് പോയി എന്നുള്ളതല്ലാതെ മതത്തിൻ്റെ വിജ്ഞാനങ്ങളിലേക്കോ ചർച്ചകളിലേക്കോ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടില്ല. ആ സ്ത്രീക്ക് വേഗം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവർ വന്നിരിക്കുന്ന മതത്തെക്കുറിച്ചിട്ട് ഇവർക്ക് അറിയാമോ ഇല്ലേ, ഇവരുടെ മതത്തെക്കുറിച്ച് ഇവർക്ക് അറിയാമോ ഇല്ലേ, ഇനി മുന്നോട്ട് ഇവർ സ്വീകരിക്കുന്ന കാഴ്ചപ്പാട് എന്താണ്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെ ഒരു ഒറ്റ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി. കാരണം അത് പറഞ്ഞത്, അമ്മ കൊണ്ടുതരുന്ന ഭക്ഷണം ഞാൻ പൂച്ചക്കിട്ട് കൊടുത്തിട്ടാണ് തിന്നാറുള്ളത് എന്നാണ് പറഞ്ഞു. അപ്പം അത്രയും കാലവും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വരെ അവിശ്വസിക്കുന്ന തലത്തിലേക്കാണിത് പോയിട്ടുള്ളതെങ്കിൽ പിന്നീട് ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് മുസ്ലിം സ്ത്രീകൾ ഏറെ മുന്നോട്ട് വന്നു എന്ന് പറയാൻ കാരണം, ഇന്ന് ചാനൽ ചർച്ചയിൽ ഒരു മുംതാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ശ്രദ്ധേയമായിട്ടുള്ള ചില പോയിന്റുകൾ പറയുന്നുണ്ട്, കേൾക്കാം. ഇതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇവിടെ 2-3 പേര് വന്നിട്ട് അവരെ പ്രസന്റ് ചെയ്ത് പറഞ്ഞു അതൊക്കെ പണ്ട് പറഞ്ഞതാണ്, അതൊന്നും ഒരു കാര്യമില്ല. അതായത് മുസ്ലിം സ്ത്രീയെ അധികാരമേൽപ്പിക്കുന്ന ഒരു ജനതയും രക്ഷപ്പെടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് ആ കാലഘട്ടത്തിലാണ് അത്രേ. അപ്പൊ പ്രവാചകൻ അങ്ങനെ പ്രത്യേകമാക്കിയിട്ട് ഹാസ്വാക്കുക എന്ന് അതിന് പറയുക, പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പ്രവാചകൻ പറഞ്ഞതാണെങ്കിലും ഖുർആൻ പറഞ്ഞതാണെങ്കിലും എല്ലാ കാലഘട്ടത്തേക്കും നിലനിൽക്കുന്നതാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഖുർആൻ പറയുന്നതും അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ പഠിപ്പിച്ചതാണെങ്കിലും അള്ളാഹു പഠിപ്പിച്ചതാണെങ്കിലും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാതെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരാശയം എങ്ങനെയാണ് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസൃതമായി മാറ്റാൻ കഴിയുന്നത്? മാറ്റാൻ കഴിയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിലായിരുന്നു, ഇപ്പോഴത് ശരിയല്ല എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല, അത് നുണയാണ്. അവർ സമ്മതിച്ചു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം. ഇപ്പൊ ഓണാഘോഷം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതാണല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെരുന്നാൾ, നമ്മൾ മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങൾ നല്ല കുളിച്ച് നല്ല വസ്ത്രവും പുതിയ വസ്ത്രമൊക്കെ ഇട്ട് സെന്റൊക്കെ അടിച്ച് എല്ലാവരും കൂടെ ഒത്തുകൂടി പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നുണ്ട്. അപ്പോ അതുപോലെ സ്ത്രീകൾക്ക് ആഘോഷമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 ചുവരിനുള്ളിൽ തന്നെയാണ് നമസ്കരിക്കുക, അതിന്റെ അകത്ത് തന്നെയാണ്. സ്ത്രീകൾക്ക് ഒരു പുറത്തുള്ള ഒരു ഒത്തുകൂടലോ കാര്യങ്ങളോ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. ഞാൻ എന്റെ അറിവിൽ നിന്നുകൊണ്ട് പറയാം. അല്ലെങ്കിലും ഇല്ല. ഒരു കാര്യം കൂടി, ഈ ഇസ്ലാമിനെ എല്ലാ കാര്യങ്ങളും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കുന്നു. അവർ പറയുന്നു സ്ത്രീകൾക്ക് ഭയങ്കര നല്ല കാര്യമാണ്, അതായത് വജ്രത്തോടാണ്, അതുകൊണ്ട് കൂട്ടിവെക്കണം, വിലപിടിപ്പുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്രയും സുരക്ഷ കൊടുത്തിരിക്കുന്നത്, മൊത്തം മൂടി പൊതിച്ചോണം, വെളിയിൽ മിണ്ടാൻ പാടില്ല. ഇബാദത്ത് അമലൊക്കെ ആവശ്യമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞില്ല. സ്ത്രീകളുടെ ഇബാദത്ത് ആവശ്യമുള്ള അള്ളാഹു, അത് ചെയ്യാൻ പഠിപ്പിച്ച മുഹമ്മദ് നബി. എന്നെങ്കിലും ഇന്ന് വരയ്ക്കും ഏതെങ്കിലും ഒരു ദിവസം ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ ഖുർആൻ പാരായണം മക്കയില് കേൾപ്പിച്ചിട്ടുണ്ടോ? ഇനി കേൾപ്പിക്കുമോ? എനിക്കതൊന്നും അറിഞ്ഞാൽ ഖുർആൻ പാരായണമാണ് ഞാൻ പറയുന്നത്, മ്യൂസിക്കോ വാദ്യപൂർണ്ണോ. കേട്ടല്ലോ. നമ്മുടെ വോട്ടിനും മൂല്യമൊന്ന്, പുരുഷന്റെ വോട്ടിനും മൂല്യമൊന്ന്. പക്ഷേ സംവരണ വിഷയം വരുമ്പോൾ സ്ത്രീകൾക്ക് അത്രയുമില്ല. 32 ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 3 പോലും ഇതുവരെ ആയിട്ടില്ല. ആലോചിച്ചാൽ മതി, നമുക്ക് കാര്യങ്ങൾ കൃത്യമാണ്. സ്ത്രീകളുടെ പ്രാർത്ഥനകള്, സ്ത്രീകളുടെ ആരാധനകള്, അതും പടച്ചവൻ സ്വീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പടച്ചവൻ എപ്പോഴെങ്കിലും സ്ത്രീകൾക്ക് ഈ രൂപത്തില് ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടോ? വേറെ ഒന്നും വേണ്ട, പാട്ട് വേണ്ട, മ്യൂസിക് വേണ്ട, ഡാൻസ് വേണ്ട, ആട്ടം വേണ്ട, കൂത്തു വേണ്ട, ഇതൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് അള്ളാഹുവിനെ സംബന്ധിക്കുന്ന വചനങ്ങളെങ്കിലും, അവരുടെ സന്തോഷത്തെക്കുറിച്ച്,
എപ്പോഴെങ്കിലും ഖുർആനോ ഹദീസോ പ്രാമുഖ്യം നൽകിയിട്ടുണ്ടോ? ഖുർആൻ പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും, ഇല്ല. പുരുഷന്മാരുടെ സന്തോഷങ്ങൾക്കാണ് ഇസ്ലാം ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാര്യമാർ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ ഫഅലുഹുന്ന, അവരെ നിങ്ങൾ ഉപദേശിക്കുക. വളിരിബൂഹുന്ന, അവരെ നിങ്ങൾ അടിക്കുക. വഹുജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടപ്പറയിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയും ചെയ്യുക. അങ്ങനെ സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സെഗ്മെന്റുകൾ കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് അവർ ചോദിക്കുന്നു, വജ്രത്തെ നിങ്ങൾ ആരെങ്കിലും പേറിയന്ത്രമാക്കി മാറ്റാറുണ്ടോ? വജ്രത്തെ നിങ്ങൾ ആരെങ്കിലും എടുത്ത് വെളിയിലേക്ക് എറിയാറുണ്ടോ? ആ പവിത്രത ഏത് സമയത്താ? കട്ടിൽ ടെന്നീസ് കളിക്കുമ്പോൾ മാത്രം മതിയോ നിങ്ങൾക്ക് ഭാര്യമാരെ? അല്ലെങ്കിൽ ഭാര്യമാർക്ക് വിലയൊന്നുമില്ലേ? ആ സമയത്ത് മാത്രമാണോ വജ്രവും പവിഴവും തേനും മരതകവും മാണിക്യവും ഒക്കെ? ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ ഉണർത്താനും ചിന്തിക്കാനും കഴിയുന്നതിൽ ഒരു ഭാഗവാക്കാകാൻ ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്കും സാധിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കാരണം പലരും നിങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന ഇൻഡെക്സുകൾ, ഖുർആൻ വചനങ്ങൾ, ഹദീസുകൾ സ്ക്രീൻഷോട്ട് എടുത്തും നിങ്ങൾ പറയുന്ന ഖുർആൻ വചനങ്ങളും ഒക്കെ എഴുതി സൂക്ഷിക്കാറുണ്ട് എന്ന് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും അവർ പഠിക്കാൻ തയ്യാറായല്ലോ, ചിന്തിക്കാൻ തയ്യാറായല്ലോ. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജനതയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ജീവിതം ത്യാഗം ചെയ്ത് എഫേർട്ട് എടുക്കുന്നത്. അതിന് റിസൾട്ട് കിട്ടുന്നു എന്നറിയുമ്പോൾ സന്തോഷമാണ്. നന്ദി.